16.5 കോടിയുടെ നെന്മാറ ഒലിപ്പാറ റോഡ് നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷൻ കമ്മിറ്റിയുടെയും പ്രദേശവാസികളുടെയും പരാതി. നിലവിലെ റോഡ് വിവിധയിടങ്ങളിൽ പൊളിച്ചുമാറ്റിയാണ് 16.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തി നടക്കുന്നത്. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി നിലവിലെ റോഡിലെ പ്രതല വ്യത്യാസം നിരവധി അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു. എന്നാൽ റോഡ് പണി ഉടനെ തീർക്കുന്നതിന് കരാർ കമ്പനിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ തയ്യാറാവുന്നില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പ്രദേശവാസികളും പറയുന്നത്. നിരവധി തവണ ആക്ഷൻ കമ്മിറ്റിയും ജനപ്രതിനിധികളും ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും മെല്ലെപ്പോക്ക് നയം തുടരുന്നതായി ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകി. റോഡ് പൊളിച്ചുമാറ്റുകയോ നിർമ്മാണ പ്രവൃത്തി നടക്കുകയോ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാതെ പണി തുടരുന്നത് വാഹന ഗതാഗതത്തിന് അപകടക്കെണി ഒരുക്കുന്നതായും പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം റോഡിലൂടെ ഒഴുകുന്നതും പതിവ് കാഴ്ചയാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് മുറിച്ചെടുത്ത ചാലുകളും അതേപടി തുടരുന്നത് വാഹനയാത്രക്കാർക്ക് അപകടക്കെണി ഒരുക്കുന്നു. 10ലധികം ഭാഗങ്ങളിലായാണ് ഇതുപോലെ റോഡ് മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. റോഡ് നവീകരണ പ്രവൃത്തി പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി ബോധിപ്പിക്കാൻ അവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞെങ്കിലും നിർത്താതെ പോയതായി പരാതിപ്പെട്ടു. എന്നാൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിൽ പിന്തുടർന്ന് അവർ നിന്ന സ്ഥലത്തെത്തി പരാതിയും പ്രതിഷേധവും ശക്തമായി അറിയിച്ചതായി പറഞ്ഞു. 1 മണിക്കൂറോളം കാത്തുനിന്നു. പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെ അവർ കടന്നുപോയി. അവിടെ 2 പ്രതിനിധികൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ശ്രീ ഉമ്മർ ഉൾപ്പെടെ വാഹനം വരുമ്പോൾ തടുത്തു, നിർത്താതെ പോവുകയും പിന്നീട് മറ്റൊരു ഭാഗത്ത് ചേസ് ചെയ്ത് പോയിട്ട് വേറൊരു ഭാഗത്ത് നിന്ന് വണ്ടി തടഞ്ഞ് നിർത്തുന്ന വണ്ടി നടുറോട്ടിൽ നിന്ന് തടഞ്ഞ് നിർത്തേണ്ട ആവശ്യം വന്നു. ഈ ജീവനക്കാരൊക്കെ ഇവിടുത്തെ പബ്ലിക്കിൻ്റെ സർവൻ്റാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് അവർ നീങ്ങുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ വാഹനത്തിന് ഫ്രണ്ടിലിരുന്ന ചീഫ് എഞ്ചിനീയർക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയും മറ്റുമെങ്കിലും അതിൻ്റെ പുറകിലിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച്, ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകരെക്കുറിച്ചും അവർ വാഹനം തടഞ്ഞത് ഇന്നവരാണെന്നും അറിഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത്. ഞങ്ങളൊക്കെ കൊടുക്കുന്ന ടാക്സിൻ്റെ ഭാഗമായിട്ടാണ്, ഇവിടുത്തെ സാധാരണ ജനം കൊടുക്കുന്ന ടാക്സിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരൊക്കെ ശമ്പളം വാങ്ങിച്ച് അവനവൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നത് എന്നുള്ളത് മറക്കരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ വിനയത്തോടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോൺട്രാക്ടർമാരുടെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടി വന്നവർ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കൂടി മനസ്സിലാക്കി പോകേണ്ടിയിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് അവരുടെ ന്യായമായിട്ടുള്ള നീതി അല്ല അവർ ചെയ്തത് എന്നുകൂടി ആ ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ രഘുകുമാർ, ജനറൽ കൺവീനർ എസ് എം ഷാജഹാൻ, എസ് ഉമ്മർ, റോയ് പുൽപ്ര, വി എം സ്കറിയ, കെ ജി രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതും ഉദ്യോഗസ്ഥരോട് പ്രതിഷേധം അറിയിച്ചതും. UTV ന്യൂസ്, പാലക്കാട്.